പ്രത്യേകിച്ച് മട്ടൺ ചാപ്സ്, അതുപോലെ ലൈവ് പൊറോട്ട, വെള്ളയപ്പം, അതുപോലെ മട്ടൺ ബിരിയാണി ഒക്കെ വളരെ നല്ല രീതിയിലായിരുന്നു. മന്ത്രി പി.കെ. ബഷീറിന്റെ വാക്കുകളാണ്, മുഴുവൻ കേൾക്കാം. അതിനു മുമ്പ് രണ്ട് വാക്ക് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ മന്ത്രിയാണ്, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ വ്യക്തിയാണ്. അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ മഹത്വം അത് അദ്ദേഹത്തിന് അറിയില്ല എങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. കാര്യം എന്താണ് എന്നല്ലേ? അതിനു മുമ്പ് നമുക്ക് വീഡിയോ മുഴുവൻ കാണാം. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് അൽസാജ് കൺവെൻഷൻ സെന്ററിൽ കല്യാണ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. ആ കല്യാണത്തിന്റെ കാറ്ററിംഗ് കാര്യങ്ങൾ നടത്തുന്നത് കടുവായിൽ കാറ്ററിംഗ് ആണ്. അതിന്റെ ഉടമസ്ഥൻ എൻസിയെ കണ്ടു. അവിടെ അവരുടെ കാറ്ററിംഗ് സർവീസ്, അവരുടെ ഭക്ഷണം ഒക്കെ വളരെ രുചികരമായിരുന്നു. പ്രത്യേകിച്ച് മട്ടൺ ചാപ്സ്, അതുപോലെ ലൈവ് പൊറോട്ട, വെള്ളയപ്പം, അതുപോലെ മട്ടൺ ബിരിയാണി ഒക്കെ വളരെ നല്ല രീതിയിലായിരുന്നു. ഒരു മലബാർ ടച്ച് മട്ടൺ കറിക്കും ഒക്കെ ഉണ്ട്. നല്ല ഫുഡായിരുന്നു, നല്ല സർവീസാണ്. നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇതുപോലെ നല്ല ഒരു നോൺ വെജ് ഡിഷ്, അതും മലബാറും തെക്കൻ കേരളവും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു ഭക്ഷണമാണ്. വളരെ നന്നായിട്ടുണ്ട്. കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ. ഒരു മനുഷ്യനെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പി.കെ. ബഷീർ മന്ത്രി പി.കെ. ബഷീർ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് അൽസാജ് എന്ന ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നു. അവിടെ ഭക്ഷണം വിളമ്പിയ കാറ്ററിംഗ് ഏജൻസി ആ ഏജൻസിക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ ആണ് പ്രേക്ഷകർ കണ്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് എന്ന്. പി.കെ. ബഷീർ PWD മിനിസ്റ്റർ കേരള എന്ന് പറഞ്ഞാണ് അദ്ദേഹം വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഒരു മന്ത്രി എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണോ ഇത് ചെയ്തത്? അറിയാത്തത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ അല്പം വിഷമമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പി.കെ. ബഷീർ ഏറെക്കാലം MLA ആയിരുന്നു. മന്ത്രിമാരുമായും രാഷ്ട്രീയ നേതാക്കളുമായും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു തെറ്റുവരും എന്ന് കരുതാൻ കഴിയില്ല. ബോധപൂർവം തന്നെ, അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത വീഡിയോ ആണ്. എന്ന് വെച്ചാൽ സത്യപ്രതിജ്ഞ ലംഘനമാണ് അദ്ദേഹം കാട്ടിയിരിക്കുന്നത്. അനർഹമായി ഒന്നും ചെയ്യില്ല, പക്ഷപാതപരമായി പെരുമാറില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കില്ല. ഇതൊക്കെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ്, അദ്ദേഹത്തിൻ്റെ കടമയാണ്. സത്യപ്രതിജ്ഞയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അവിടെ അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ആ കസേരയിൽ തുടരാൻ അർഹതയുണ്ടോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഒരു കാര്യമെങ്കിലും ചെയ്യണം. ഈ മന്ത്രിമാർക്ക്, കേരളത്തിലെ മിക്ക മന്ത്രിമാർക്കും ഒരു സ്റ്റഡി ക്ലാസ് നടത്തേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളുണ്ട് UDF-ൽ, എത്രയോ കാലം മന്ത്രിമാരായിരുന്നവരുണ്ട്. അവരോടൊന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ അവരെ കൊണ്ട് ഈ മന്ത്രിമാർക്ക് ക്ലാസ് എടുക്കണം. എന്താണ് മന്ത്രി പദവി, എന്താണ് ആ കസേരയുടെ ഉത്തരവാദിത്വം, എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. അദ്ദേഹം ഏറെക്കാലം മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം മുന്നിട്ടിറങ്ങണം. സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാരെ വിളിച്ചിരുത്തണം. അവരോട് സംസാരിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന്, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന്, എന്താണ് ഇരിക്കുന്ന കസേരയുടെ മഹത്വം എന്ന്. അത് ഭരണഘടനാ പദവിയാണ്. ഏതെങ്കിലും കാറ്ററിംഗ് സ്ഥാപനത്തിന് വേണ്ടി പ്രൊമോഷൻ വീഡിയോ ചെയ്യലല്ല ഒരു മന്ത്രിയുടെ പണി എന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയെങ്കിലും അദ്ദേഹത്തോട് പറയണം. അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കമ്പനിക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ ചെയ്യുക, കമ്പനിയുടെ പ്രചാരണം നടത്തുക, അതിലൂടെ ആ കമ്പനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുക, അതാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനമായ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റിന് അദ്ദേഹം എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും എന്നതാണ് ഇനി അറിയാനുള്ളത്. അടിയന്തരമായി വീഡിയോ പിൻവലിക്കാൻ കാറ്ററിംഗ് സ്ഥാപനത്തോട് പറയണം. തെറ്റുപറ്റിപ്പോയി, ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് അദ്ദേഹം പരസ്യമായി ജനങ്ങളോട് പറയണം. അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. മിനിമം മര്യാദയെങ്കിലും പാലിക്കണം. ആ സ്ഥാനത്തോട്, ഇരിക്കുന്ന സ്ഥാനത്തോട്, ആ കസേരയോട് അല്പമെങ്കിലും മാന്യത പുലർത്തണം. രാഷ്ട്രീയത്തിൽ ധാർമ്മികത എന്നൊന്നുണ്ട്. അത് പാലിക്കാൻ മിസ്റ്റർ പി.കെ. ബഷീർ തയ്യാറാകണം.